വിദ്യാഭ്യാസ പരിഷ്കർത്താവും പരിസ്ഥിതി പ്രവർത്തകനുമായ സോനം വാങ്ചുക് ഇപ്പോൾ ദില്ലി ജന്തർ മന്ദറിൽ നടത്തുന്ന നിരാഹാര സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുന്നു. സോനത്തിന്റെ ആരോഗ്യനില അതീവ മോശം നിലയിലെത്തിയെന്ന് CJP വൃത്തങ്ങൾ പറഞ്ഞു. ശരീരഭാരം 8.5 കിലോയാണ് കുറഞ്ഞത്. നിരാഹാര സമരത്തിന് പിന്തുണയുമായി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജന്തർ മന്ദറിലെത്തും. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജന്തർ മന്ദറിൽ നിന്നും. ആദിൽ പാലോട്, രാജ്യം കാണേണ്ട സമരമാണ്, അധികാരികൾ കേൾക്കേണ്ട ശബ്ദമാണ്. ആ ശബ്ദമാണ് അവിടെ തളർന്നു കിടക്കുന്നത്. പക്ഷേ തളർച്ചയിലും പോരാട്ട വീര്യത്തിന് കുറവില്ല. 18ാം ദിവസത്തിലേക്ക് ഒരു മനുഷ്യൻ നിരാഹാരം അനുഷ്ഠിക്കുന്നു. കൂടെ ചെറുപ്പക്കാരെല്ലാവരും ഉണ്ട്. പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പിന്തുണയായിട്ട് മനുഷ്യരെത്തുന്നു. CJP നേതാക്കൾ പറയുന്നത് പോലെ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില കൂടുതൽ അപകടകരമാകുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ അയയുകയോ ചർച്ചയ്ക്ക് വിളിക്കുകയോ ചെയ്യുന്ന ലക്ഷണമില്ലല്ലോ, അല്ലേ? ഒരു ലക്ഷണവും കാണുന്നില്ല അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ജന്തർ മന്ദറിലാണ്. ജന്തർ മന്ദറിൽ സോനം വാങ്ചുക്കിന്റെ പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം 18 ദിവസം ആവുകയാണ്. നമുക്ക് സോനം വാങ്ചുക്കിനെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. തളർന്നു കിടക്കുന്നത് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നാൽ ദൃശ്യങ്ങൾ സൂം ചെയ്താൽ അദ്ദേഹത്തിന്റെ മുഖം കൂടി കാണാം. ക്ഷീണമുണ്ട് മുഖത്ത് എന്നുള്ളതാണ്. 8.5 കിലോ തൂക്കം ഈ 18 ദിവസം കൊണ്ട് സോനം വാങ്ചുക്കിന്റേത് കുറഞ്ഞു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സോനത്തിന്റെ ആരോഗ്യനില മോശമാകുന്നു എന്നാണ് CJP നേതാക്കളും അറിയിക്കുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. വിവിധ നേതാക്കൾ സോനം വാങ്ചുക്കിനെ വിളിച്ച് നിരാഹാര സമരം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ പിന്തുണയുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയിട്ടുണ്ട്. നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് അഖിലേഷ് യാദവ് ആവശ്യപ്പെടുന്നു. രാഹുൽ ഗാന്ധി സമരത്തെ പിന്തുണയ്ക്കണമെന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്തുണയുമായി കെജ്രിവാൾ ജന്തർ മന്ദറിൽ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു വശത്ത് ഈ രൂപത്തിലുള്ള സമരം നടത്തുന്നുണ്ട്. മറ്റൊന്ന്, ഒരു ഭാഗത്ത് ഐസയുടെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളും സമീപത്ത് നിരാഹാര സമരവുമായി രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഈ ഭാഗത്തേക്ക് കാണാം. കഴിഞ്ഞ ദിവസം 3 വിദ്യാർത്ഥികളെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെയൊക്കെ വിദ്യാർത്ഥികൾ കാണാം. 100-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ ഈ സമയം ഇവിടെയുണ്ട്. രാത്രിയൊക്കെ ഇവിടെ തന്നെ കിടന്ന് സമരം ചെയ്യുന്ന രൂപത്തിലുള്ള കാഴ്ചയാണ്. ഇവിടെ ടെന്റ് കെട്ടി ജന്തർ മന്ദറിൽ ഇതിനൊന്നുള്ള അനുവാദമില്ല. പക്ഷേ പോലീസ് അനുവദിച്ചില്ലെങ്കിലും വളരെ നിർബന്ധപൂർവ്വം ഇവിടെ സമരം തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഐസയുടെ സമരം നടക്കുകയാണ്. ഇവിടെയും കുറച്ച് വിദ്യാർത്ഥികൾ നിരാഹാര സമരം കിടക്കുന്നുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വീഴ്ചകൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതുവരെ സമരം തുടരുമെന്ന ആവശ്യമാണ് ഈ വിദ്യാർത്ഥികളും CJPയും ആകെ തന്നെ ഉന്നയിക്കുന്നത്. ഏതായാലും ഇനി വർഷകാല സമ്മേളനം പാർലമെന്റിൽ ആരംഭിക്കാൻ പോകുന്നു. ഈ മാസം 20-ാം തീയതി ഒരു 3-4 ദിവസം കൂടി കഴിയുമ്പോൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് CJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൽക്കാലം അല്ലെങ്കിൽ ഇതുവരെ കേന്ദ്ര സർക്കാരോ മറ്റ് ഭരണ സംവിധാനങ്ങളോ ഇവരോട് ചർച്ച നടത്താനോ ഏതെങ്കിലും രൂപത്തിൽ ആശയവിനിമയം നടത്താനോ തയ്യാറായിട്ടില്ല അരുൺകുമാർ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം തുടരുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് CJPയും സോനം വാങ്ചുക്കും ഉള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചില പ്രേക്ഷകരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, നിങ്ങൾ സോനം വാങ്ചുക്കിന്റെ സത്യാഗ്രഹവും നിരാഹാര സമരവും കാണുന്നില്ലേ? കണ്ടു സർ, ആ വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്.